ഈസി ടൊമാറ്റോ റൈസ് റെസിപ്പി ആയല്ലോ. അതിനാദ്യം തന്നെ അരിഞ്ഞു വെക്കേണ്ട സാധനങ്ങൾ 2 ഉള്ളി, 4 തക്കാളി, 1 പച്ചമുളക്, ഹാഫ് കഷ്ണം ലെമൺ, കുറച്ച് മല്ലിയില, പുതിന ഇല, പിന്നെ നെയ്യ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഓപ്ഷണലാണ്. പിന്നെ ആവശ്യമുള്ള സ്പൈസസ്: ഒരു ബിരിയാണി ഇല, ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പ്, സ്റ്റാർ. ഇതൊക്കെ പിന്നെ നമ്മളടുത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഇടാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇത്രേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്ര ഇടുന്നുള്ളൂ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് അരച്ച് ചേർക്കുന്നതാവും നല്ലത്. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാക്കറ്റ് എടുത്തു. പിന്നെ കഴുകി വൃത്തിയാക്കിയ അരി എടുക്കണം. പിന്നെ കുക്കറിലോട്ട് കുറച്ച് നെയ്യ്, കുറച്ച് ഓയിൽ, ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ച എല്ലാ സ്പൈസസും ഒന്ന് വാട്ടി കൊടുക്കുക. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതും തന്നെ നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറി ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി പച്ചമുളക് ഇട്ട് നന്നായി ഒന്ന് വാടി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി നല്ലോണം ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാടി വരണേ. നല്ലോണം ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞ് വരാൻ നേരത്ത് നമുക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ഉപ്പ്, പിന്നെ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല. എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്ര മസാല ഇട്ടത്. നിങ്ങൾക്ക് ഏതൊക്കെ മസാലയാണോ ഇഷ്ടം അതെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇത്രയും മസാല ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇന്ന മസാല എന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മസാലേൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണേ. പിന്നെ ലെമണും കൂടെ ഒഴിച്ച് കൊടുക്കണം. ലെമൺ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അരി ആഡ് ചെയ്യാവുന്നതാണ്. നല്ല രീതിക്കൊന്ന് വാട്ടി എടുക്കണം കേട്ടോ. നല്ലോണം വാടി വരണം. പിന്നെ നമ്മൾ അരി ആഡ് ചെയ്യാം. അരി ഞാൻ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ അരിയാണ്. അരി ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് കുറച്ച് നേരം, ഒരു 2 മിനിറ്റ് അതിൽ തന്നെ ഒന്ന് വാട്ടി എടുക്കുക. അതിനുശേഷം ആവശ്യമുള്ള വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് എടുക്കണം. 1.5 ഗ്ലാസ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തിള വരണേ. ഒരു തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതൊന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂടി 1 വിസിൽ വെച്ചാൽ മതി. സിമ്മിൽ വെച്ചിട്ട് 1 വിസിൽ വെച്ച് എടുക്കാവുന്നതാണ്. അധികം വെക്കരുത്, അടി പിടിക്കും. 1 വിസിൽ കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ റെസിപ്പി റെഡി. ഭയങ്കര ഈസിയാണ്. ഭയങ്കര കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ ഉണ്ടാക്കുന്നവരാണെങ്കിലും കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.